ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ആദ്യം ക്യാൻവ ആപ്പ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റീപ്ലൈ കൊടുക്കുകയാണ്. പുതിയ അപ്ഡേഷനിൽ A4 ഡോക്യുമെൻ്റ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ പോയി ക്യാൻവ സെർച്ച് ചെയ്തു. അപ്പോൾ അതേ അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് A4 ഡോക്യുമെൻറ്റിൽ എന്താ കിട്ടാത്തത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഹോം പേജൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ A4 എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് താഴെ വരുന്നുണ്ടല്ലോ ഡോക്യുമെൻ്റ് A4 പോർട്രേറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പേജ് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇത് പേജ് വരുന്നുണ്ട്. ക്രിയേറ്റ് ബ്ലാങ്ക് ഉണ്ട്. ക്രിയേറ്റ് ബ്ലാങ്കിൽ പോയി. അപ്പോൾ നമ്മുടെ പേജ് വരുന്നുണ്ട്. പിന്നെ എന്താണ് പുതിയ അപ്ഡേഷനിൽ കിട്ടാത്തത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ A5ഉം A3 ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാനിത് A4 ഉള്ളിടത്ത് A5 എന്ന് ജസ്റ്റ് നടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് താഴെ A5 ഡോക്യുമെൻ്റ് A3 ഡോക്യുമെൻ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ അടുത്ത ഡൗട്ട് ചേച്ചി ബർത്ത്ഡേ കാർഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ക്യാൻവയിലാണ് ഏത് കാർഡായാലും ക്യാൻവ, പിക്സാർട്ട്, പിന്നെ പിൻട്രസ്റ്റ് എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ കാർഡ് ഉണ്ടാക്കൽ. ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആയാലും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഹോം പേജ് ഉണ്ടാവില്ല, അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയി നോക്കുക, സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി നോക്കുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുള്ള, അപ്പോൾ ആദ്യം നമുക്ക് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കുട്ടിയുടെ അല്ലെങ്കിൽ ബർത്ത്ഡേ ഗേളിൻ്റെ ബോയിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊളാഷ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ കൊളാഷിൽ പോയാൽ മതി. അതിൽ പോവാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊളാഷുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ 2 ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ഫോട്ടോ അല്ല 4-5 ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ ഭംഗിയുള്ളത് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ പിന്നെ താഴേക്കൊന്നും നോക്കിയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമാണ് അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ആ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറി പോയിട്ട് നമുക്ക് ബർത്ത്ഡേ ഗേളുടെ ബർത്ത്ഡേ ബോയിൻ്റെ ഒക്കെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ ഹോം പേജിലാണ് കാണിച്ചു തന്നത്. ഫോട്ടോ കൊളാഷ് നമുക്ക് ബർത്ത്ഡേ ആകുമ്പോൾ എന്തായാലും ആ ബർത്ത്ഡേ ബോയിൻ്റെ ഗേളിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കാർഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആദ്യം അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ഫോട്ടോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്കത് സേവ് ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം. അപ്പോൾ ഫുള്ള് നമുക്ക് ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ തല പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ ഉള്ള ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഫോൺസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് സേവ് ആക്കുകയാണ്. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ ഹോം പേജിൽ തന്നെ ഏത് ഇതിലാണ് പോകണമെന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് കാർഡ് എന്നുണ്ടാവും, കാർഡിൽ പോയി നോക്കാം. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ബർത്ത്ഡേ കാർഡൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ കാർഡ്സ് ഇത് ഹോം പേജിൽ തന്നെയാണ്. നേരത്തെ കാണിച്ചതും ഫോട്ടോ കൊളാഷും ഹോം പേജിൽ തന്നെയാണ്. ഈ കാർഡ് എന്നുള്ളതും ഹോം പേജിൽ തന്നെയാണ്. നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തൊന്നുമല്ല. അപ്പോൾ കുട്ടികളെ തീമിലൊക്കെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ താഴേക്കൊന്നും ഇങ്ങനെ പോയാൽ നല്ല അടിപൊളിയായിട്ടുള്ള പിക്കുകൾ കിട്ടും കേട്ടോ. കാർഡുകൾ നിങ്ങൾക്ക് കിട്ടും, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാർഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ ആ സർക്കിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആരുടെ ഗേളുടെ ബർത്ത്ഡേ ബോയിൻ്റെ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മോളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബേബി ഷവർ എന്നുള്ളത് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നാക്കി കൊടുക്കാം. അത് ക്ലിയർ ചെയ്തു. അതിൽ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ പ്ലീസ് ജോയിൻ അസ് എന്നുണ്ടല്ലോ, അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. കാരണം ബർത്ത്ഡേ കാർഡ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻവിറ്റേഷൻ കാർഡായിട്ട് കൊടുക്കാനെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. അപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡായിട്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ദ ഡേറ്റിലൊക്കെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ താഴെ കളേഴ്സിൻ്റെ ഒരു പാനൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ ടെക്സ്റ്റിന് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മുകളിലത്തെ ജോയിനസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ താഴെയുള്ളതിൽ ഞാൻ
വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഹാപ്പി ബർത്ത്ഡേ അവിടെ ഉണ്ട്, മുകൾക്കാക്കി കൊടുത്തു കേട്ടോ ആ ഒരു ടെക്സ്റ്റ്. പിന്നെ ഈ ഒരു ടെക്സ്റ്റിൽ ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ്, ഡേറ്റ് കൊടുത്തു, ബർത്ത്ഡേ ഡേറ്റ് കൊടുത്തു. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കാർഡിൽ എന്തൊക്കെ കൊടുക്കണം, കോഡ്സ് കൊടുക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ സേവ് ആക്കി കൊടുത്തു. അങ്ങനെ അത് ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി ഞാനിത് സെർച്ച് ബാറിലാട്ടോ പോണത്. അവിടെ ഞാൻ ബർത്ത്ഡേ കാർഡെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ താഴെ ബർത്ത്ഡേ കാർഡ്, ഹാപ്പി ബർത്ത്ഡേ കാർഡ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് കാർഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓപ്ഷനിലും പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. കുറേ ഒരുപാടെണ്ണം ഉണ്ടാവും, അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അങ്ങനെ വെറുതെ ലേറ്റ് ആക്കണ്ടല്ലോ നമ്മുടെ വീഡിയോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഗാലറി പോവുക, ആ ഒരു ഫോട്ടോ ഉള്ളിടത്ത് ബർത്ത്ഡേകളുടെ ബർത്ത്ഡേ ബോയിൻ്റെയൊക്കെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളിടത്ത്. അത് തന്നെ എന്നോട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കാർഡ് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചിരുന്നത്, ഏതൊക്കെ വഴിയിൽ ഉണ്ടാക്കാം എന്നുള്ളത്. പിന്നെ ഞാൻ സെർച്ച് ബാറിൽ ഞാൻ പോകുന്നത് A5 ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുന്ന താഴെ A5 ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്ലാങ്ക് പേജ് വരും, അതെടുക്കുക. പിന്നെ നമുക്ക് എലമെൻസിലാട്ടോ ഞാൻ പോകുന്നത്. എലമെൻസിൽ പോയിട്ട് സർക്കിളിന്ന് ആ ഒരു സെർച്ച് ബാറിൽ സർക്കിൾ ഫ്രെയിമെന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ സർക്കിൾ കാണും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സർക്കിൾ എടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ A5 ബ്ലാങ്ക് പേജ് എടുത്തു, അതിലേക്ക് എലമെൻസിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ എലമെൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ടാണ് സെർച്ച് ബാറിൽ ഞാൻ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷന് സെർച്ച് ചെയ്തത്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ എലമെൻസിൽ വീണ്ടും പോവുക, ഹാപ്പി ബർത്ത്ഡേ എന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ താഴെ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് വേണമെങ്കിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ എലമെൻസിൽ പോയിട്ട് പല സ്റ്റിക്കേഴ്സ് നമുക്ക് ഈ ഒരു ബർത്ത്ഡേ തീമിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. എന്നാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബർത്ത്ഡേ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇത് ഈ ഗ്രാഫിക്സിൽ പോയിട്ട് ഇതുപോലൊരു ഡിസൈന് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു A5 കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടും ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കാർഡ് രൂപത്തിലായി വരുന്നുണ്ട്. ഇനി നമുക്കതിൽ താഴെ ടെക്സ്റ്റ് കൊടുക്കാം, എന്തെങ്കിലും കോഡ്സൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ലവ് ഷേപ്പ് കൊടുക്കും. ലവ് ഷേപ്പ് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് അങ്ങനെയുള്ള അവർക്കൊക്കെ നിങ്ങൾ ബർത്ത്ഡേ വിഷസൊക്കെ കൊടുക്കുമ്പോൾ കാർഡൊക്കെ ചെയ്യുമ്പോൾ ലവ് ഷേപ്പൊക്കെ അത്യാവശ്യം നല്ലതാണല്ലോ. അപ്പോൾ ഈ ഒരു എലമെൻസിൽ പോയിട്ട് സെർച്ചിൽ ലവ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ലവ് ഷേപ്പ്, ലവ് സ്റ്റിക്കർ അങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കളറും ഈ ഒരു ലവ് ഷേപ്പിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാം. ആ ഒരു ഹേർട്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഈ ഒരു കളറിൻ്റെ പാനൽ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കാർഡിന് മാച്ചായിട്ടുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ ലവ് എന്ന് എഴുതിയ ഒരു സ്റ്റിക്കറും കൂടെ എലമെൻസിൽ പോയിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് കൊടുക്കണം, വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു കോഡ്സ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ആക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.